മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ എറണാകുളം മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് മാലിന്യത്തിൽ കിടന്ന് ഒറ്റയാൾ സമരം നടത്തി എം.ജെ. ഷാജി. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിലൂടെ പോകുന്ന റോഡിനിരുവശവും ദീർഘകാലമായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യം തള്ളുന്നതിനെതിരെയും തള്ളിയ മാലിന്യം നീക്കാത്തതിനെതിരെയുമുള്ള പ്രതിഷേധമായാണ് ഒറ്റയാൾ സമരനായകൻ എം.ജെ. ഷാജി ഇതേ മാലിന്യത്തിൽ കിടന്ന് പ്രതിഷേധിച്ചത്. സിവിൽ സ്റ്റേഷൻ റോഡിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന പ്ലക്കാർഡ് കയ്യിൽ പിടിച്ചാണ് ഷാജി 4 മണിക്കൂറോളം മാലിന്യത്തിൽ കിടന്നത്. പൂർണ്ണമായും മാലിന്യമുക്തമാണെന്ന് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എല്ലാം അവകാശപ്പെടുകയും അവരെ അവാർഡ് ചെയ്യുകയും ചെയ്യുകയാണ്. അതൊരു വഴിക്ക് നടക്കുന്നു. എന്നാൽ പ്രധാനപ്പെട്ടവർ റോഡിൽ ഇങ്ങനെ ഒരു മാലിന്യ കൂമ്പാരം കണ്ടില്ല എന്ന് നടിക്കുന്നത് വളരെ അവകാശമാണ്. ഇതിവിടെ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് മാലിന്യങ്ങൾ ഈ റോഡിൽ കൂടി കിടക്കുവാണ്. അപ്പൊ ഇവിടെയുള്ള അടുത്തുള്ള ജനങ്ങൾ അത് തട്ടിമാറ്റി ഇട്ടിട്ടാണ് അവർ ബൈക്കിൽ പോകുന്നവരും വണ്ടി പോകുന്നവരും ഒക്കെ ഇതുവഴി സഞ്ചരിക്കുന്നത്. അത്രയ്ക്ക് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന മാലിന്യ നിക്ഷേപമാണ് ഇവിടെ കാണുന്നത്. നാട്ടുകാരുടെ നിരവധി പ്രതിഷേധങ്ങളും പരാതികളും അധികൃതർക്ക് കൈമാറിയെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളുടെ അതിർത്തിയിലായാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നതിനായി പ്രദേശവാസികൾ നിരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെയും ആരെയും കണ്ടെത്തിയിട്ടില്ല. വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾക്ക് പുറമെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരെ ചാക്കുകളിലാക്കി ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നതായി നാട്ടുകാർ പറയുന്നു. ഞാൻ പല ദിവസങ്ങളിലും വെളുപ്പിനെ വരുമ്പോൾ ഇത് വലിയ കമ്പൊക്കെ വീട്ടിൽ വാക്കത്തിൽ എടുത്തുകൊണ്ട് വെട്ടി കമ്പ് കൊണ്ട് തള്ളി നീക്കിയിടുക. ചാക്ക് സഹിതമാണ് വന്നിരുന്നത്. ഇത് ചാക്കോട് ഒരു ചാക്ക് 2 ചാക്കൊക്കെയാണ് ഇങ്ങനെ തള്ളിയിരുന്നത്. അതിങ്ങനെ ഈ വേസ്റ്റ് കൊണ്ടിരുന്ന കാരണം കൊണ്ട് ഈ പട്ടി ഇതെല്ലാം വലിച്ച് റോഡിലേക്ക് ഇടണം. ഉടനെ ഇപ്പോൾ നടന്നു പോയ ഒരാൾ, ഈ താഴെയുള്ള ഒരാളെ ഈ ഇങ്ങനെ പട്ടി മാലിന്യം കടിച്ചുകൊണ്ടിരുന്നത് പുള്ളി ശ്രദ്ധിച്ചില്ല. വന്നു കഴിഞ്ഞപ്പോൾ പട്ടി ആടി ഉള്ള കാലുമേ കടിച്ചു. പല ദിവസങ്ങളിൽ ഞാൻ നോക്കി ആളെ പിടിക്കാൻ ശ്രമിച്ച് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഷാജിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഷാജിയാണ് ഇപ്പോൾ ഇതിന് നമ്മുടെ കൂടെ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. കാക്കയുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യവും ഈ പ്രദേശത്ത് അതിരൂക്ഷമാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന വഴിയിൽ നിരവധി തവണ നായ്ക്കൾ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെയാണ് വിമുക്ത ഭടന്മാരുടെ ക്ലിനിക് പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്കും ഈ മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധവും മറ്റും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ബോർഡുകളും ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇവിടെ ഫലപ്രാപ്തിയിലല്ല എന്ന സൂചനയാണ് നൽകുന്നത്. നഗരസഭകളും പഞ്ചായത്തുകളും ഉൾപ്പെടെ മാലിന്യമുക്തമാണെന്ന് പ്രഖ്യാപിച്ച് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കുന്ന സാഹചര്യത്തിലാണ് പായിപ്ര പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.